ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇത് അടുത്ത ദിവസമാണ് നമ്മുടെ റൈഡിൻ്റെ. ആൻഡ് ഇവിടെ ഡാനി ഈസ് ഹിയർ ആൻഡ് ഐ ആം ഹിയർ. നമ്മുടെ വണ്ടി എല്ലാം സെറ്റായി പാക്ക് ചെയ്തു. സാഡിൽ ബാഗ്, ടാങ്ക് ബാഗ് എല്ലാം റെഡി. ഇച്ചിരി വണ്ടി ചൂടാവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിഷ്യൽ ഫസ്റ്റ് സ്റ്റാർട്ടാണ്. സോ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ നോർത്ത് ബംഗാളിലുള്ള കാലിംപോങ് ഡിസ്ട്രിക്റ്റിലുള്ള ഡെലോ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓൾ സെറ്റ്, ഫുൾ പവർ. ഓക്കെ, പെർഫോം ചെയ്യുന്നുണ്ട്. 390 KTM നമ്മുടെ അഡ്വഞ്ചർ 390 അത്യാവശ്യം നല്ലതായിട്ട് ഈ വഴിയിലൊക്കെ ഓഫ് റോഡും കാര്യങ്ങളിലൊക്കെ പെർഫോം ചെയ്തു. അതിൻ്റെ ഓഫ് റോഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത സ്ഥലം കീഴടക്കുവാൻ, അടുത്ത കാഴ്ചകൾ കാണുവാനായിട്ട്. ഈ ഇച്ചകാവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് നമ്മൾ ഇന്നലെ കയറിയ വഴിയാണ്. അതുതന്നെ തിരിച്ചിറങ്ങാനായിട്ട് ഇച്ചിരി ടഫാണ്. അധികം ദൂരം ഇല്ലെങ്കിലും വളരെ സ്റ്റീപ്പും പിന്നെ ഓഫ് റോഡും കൂടാണ്. പിന്നെ വണ്ടി വെയിറ്റും ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതിലും പതുക്കെ നമുക്ക് സൂക്ഷിച്ചിറങ്ങണം. ഈ വണ്ടി വരുന്നു. ഒന്നേരം ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങും. അപ്പോൾ ഒരു എൻജിൻ ബ്രേക്കിങ് നമുക്ക് കിട്ടും. പിന്നെ ബാക്കി ബ്രേക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പൊളിഞ്ഞ ലൂസ് കല്ല, അതാണൊരു റിസ്ക്. ഒട്ടും സ്പീഡ് കൊടുക്കാനൊക്കത്തില്ല. പതുക്കെ ഇറങ്ങാം. എന്നാൽ സ്റ്റീപ്പാന്നല്ല, ക്യാമറയിൽ സ്റ്റീപ്പ് മനസ്സിലാകത്തില്ല. നമ്മുടെ റിയൽ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഇറക്കമുണ്ടല്ലോ, ആ സ്റ്റീപ്നെസ്, അത് ക്യാമറയിൽ വളരെ നിരപ്പ് പോലെ തോന്നും. എത്തി ഗൂയ്സ്, നമ്മൾ റോഡിലെത്തി. എന്ത് പറഞ്ഞാലും ഭയങ്കര രസമാണ് കേട്ടോ നമ്മുടെ ഈ മൗണ്ടൻ ട്വിസ്റ്റീസ്. ഇതുപോലുള്ള റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനും ചുറ്റുപാടും മൗണ്ടനും നല്ലൊരു തണുത്ത കാറ്റും ഇതൊക്കെ ഫീൽ ചെയ്യാൻ പ്രത്യേക അനുഭവമാണ് കേട്ടോ. റൈഡിങ് തന്നെയാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റൈഡിങ്ങാണ് സുഖം. നമ്മൾ 4 വീലറിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര ഒരു കംപ്ലീറ്റ് നമുക്കൊരു ഓപ്പൺ ആ ഒരു എലിമെൻസുമായിട്ട് നാച്ചുറൽ എലിമെൻസുമായിട്ടുള്ള ഓപ്പൺ എക്സ്പോഷർ കിട്ടുന്നില്ലല്ലോ. സോ വി ആർ ആക്ച്വലി when we are riding, it feels like we are with the natural elements, experiencing it a little bit better than when we are on 4-wheelers or other vehicles. See, anywhere we look around, full of beautiful mountains and views. വീടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ മലയുടെ സൈഡിലാണ്. ഇവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് വിൻഡോ ഒക്കെ തുറന്ന ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ എന്നാ ലക്കിയാണ് ഇവിടെ താമസിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം വെളിയിലോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹിമാലയം ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു വ്യൂ ആണ്. നമ്മൾ നോക്കുമ്പം നല്ല ബ്യൂട്ടിഫുൾ ഒരു ലൈഫായിരിക്കും അവർക്ക്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദർ ആർ സോ മെനി ചാലഞ്ചസ് ലിവിങ് ഇൻ ദ മൗണ്ടൻസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഡെലോ പാർക്കിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. ഗൈസ് എന്ന് പറഞ്ഞാൽ തരാൻ പേടിച്ചില്ല, എല്ലാം തിരിച്ചു. അങ്ങനെ വേണം, യൂട്യൂബർമാരെ അങ്ങനെ വേണം. അപ്പം ഡെലോ പാർക്കിനകത്ത് കയറിയിട്ടുണ്ട്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് വഴി കയറി ബൈക്ക് വെളി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങളെ അടിപൊളി ഇവിടുത്തെ കാഴ്ചകളാണ്. നല്ല ബ്യൂട്ടിഫുൾ ഒരു പാർക്കാണ് കേട്ടോ. നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഞാൻ കാണിക്കാം, സംഭവം കാണിക്കാം. ഐ ലവ് കാലിംപോങ്. ഫുള്ള് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ.
പൈൻ ട്രീസും കാര്യങ്ങളും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരു മൗണ്ടൻ ടോപ്പിലാണ് റിഷോ. എന്ത് രസം, നല്ല കംപ്ലീറ്റ്ലി കവേർഡാ നമ്മുടെ പൈൻ ട്രീസ്. നല്ലൊരു ഓൾട്ടിറ്റ്യൂഡ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓ ഇതാ ഇവിടെ വണ്ടി വെച്ചേക്കാം. അല്ല നമുക്ക് ഫോട്ടോ കിട്ടും. ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഗ്ലൗസ് ഇടുന്നത്. ഫുള്ള് ഫോഗ് പിടിച്ച് നിൽക്കുകയാണ്ട് വ്യൂ അത്ര ക്ലിയർ അല്ല. ഇവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഈ ഹോം സ്റ്റേസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ താമസിക്കാവുന്നതാണ്. ഇഷ്ടംപോലെ ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കുറേ ഏരിയാസ് കവർ ചെയ്യേണ്ടതുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റേ ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് ചാൻസ് ഇല്ല. ഇന്ന് മറ്റൊരു സ്ഥലം കൂടെ പോകണം. നമ്മൾ റിഷോപ്പിൽ നിന്ന് താഴെ ഇറങ്ങി ഇനി നമ്മൾ വേറൊരു സ്ഥലത്താണ്, കോലാക്കം എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ഏരിയക്കാട്ടിലും താല്പര്യം ഇതുപോലുള്ള ഓഫ് ബീറ്റ് സ്ഥലങ്ങളാണ്. അധികം പേര് പോകാത്തുള്ള സ്ഥലങ്ങൾ. ഇന്നലെ നമ്മുടെ ഇച്ചകാവ് കണ്ടില്ലേ, നമ്മൾ വളരെ ചുരുക്കം മാത്രം ആൾക്കാരുള്ള, ഓൾമോസ്റ്റ് എംറ്റി ആയിരുന്നു. അതുപോലെ അത് നല്ലൊരു റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞ പോലെ ഉള്ള സ്ഥലങ്ങളാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ലാവ ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. അത് നിങ്ങളെ കാണിച്ചു തരാം. നല്ലൊരു ബ്യൂട്ടിഫുൾ മൊണാസ്ട്രിയാണ്. ഒരു ടോപ്പിലാണ്, ഭയങ്കര വ്യൂസും ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആട്ടോ. ലാമമാർ വഴി ഓടിക്കളിച്ച് നടക്കുന്നു. അവരുടെ ട്രെയിനിങ് പരിപാടികളൊക്കെ ഉള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലാവയിലുള്ള മൊണാസ്ട്രിയാണിത്. നല്ല രസമുണ്ട് കേട്ടോ, വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫ്രണ്ട്സ്, നമ്മൾ നോർത്ത് ബംഗാളിലെ കോലക്കം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഫുൾ നാഷണൽ ഫോറസ്റ്റാണ്. നാഷണൽ ഫോറസ്റ്റിൻ്റെ അകത്തൂടാണ്. കുറച്ച് ഓഫ് റോഡും ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ആണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രക്ക് ചെയ്ത് ഒരു വാട്ടർഫോളിലോട്ട് ഇറങ്ങണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മലയിറങ്ങി ചങ്കെ ഫോൾസിൻ്റെ അവിടെ കൊണ്ടുവന്നു. നമ്മുടെ ഫ്രണ്ട് ഡാനിയെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ കോലക്കം എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് നമ്മൾ ആ ചങ്കെ ഫോൾസും കാര്യങ്ങളും എല്ലാം ട്രക്ക് ചെയ്ത് പോയി കണ്ടു. നിങ്ങളെ ആ ഫോൾസ് കാണിച്ചല്ലോ. പിന്നെ ഇവിടെ നമുക്ക് ചുറ്റുപാടെല്ലാം ഹോം സ്റ്റേസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ആ ഒരു ഹോം സ്റ്റേ നിങ്ങൾക്ക് കാണാവുന്ന ആ ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്ന് രാത്രി ഹോൾട്ട് ചെയ്യുന്നത്. നല്ല സുന്ദര സ്ഥലമാണ് കേട്ടോ.
ഇപ്പുറത്ത് നോക്കിയാൽ ഫുൾ മൗണ്ടൻ റേഞ്ചസ് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ആ ഹോം സ്റ്റേ അവിടുന്ന് നമ്മുടെ വിൻഡോ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹിമാലയൻ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. ഹിമാലയൻ റേഞ്ചസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ. ഡാനി ഒരു ടാറ്റ.